ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞ അടിപൊളി ദോശയുടെ റെസിപ്പിയാണ്. ഭയങ്കര വെറൈറ്റി ആയിട്ട് എന്നാൽ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഈ ഒരു ദോശ തയ്യാറാക്കാൻ അരിയും ഉഴുന്നൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മാവ് റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ദോശയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്നറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. ഈ ഒരു 2 കപ്പ് അളവിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്ര അരിപ്പൊടിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും കറക്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കട്ടിയായിട്ടുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയുള്ളതോ പുളി ഇല്ലാത്തതോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചിലവർക്ക് ദോശ കുറച്ച് പുളിപ്പോട് കൂടി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലവർക്ക് ഒട്ടും പുളി ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. തൈര് എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ഇനി 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് മെഷർമെന്റ് കപ്പിന്റെ 1/2 കപ്പ് അളവിലാണ് ഇത് രണ്ടും എടുത്തിട്ടുള്ളത്. ഇതേ കപ്പ് അളവിൽ തന്നെ ഇനി 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. തൈരും ചോറും ഗോതമ്പ് പൊടിയും എല്ലാം ഇതേ കപ്പ് അളവിൽ തന്നെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനായി ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 സ്പൂൺ കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി എത്രത്തോളം വെള്ളം ഒഴിക്കണമെന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ ബ്ലേഡിൽ ഈ ഒരു മാവൊന്നും പറ്റിപ്പിടിച്ചിരിക്കുകയില്ല. ആദ്യം തന്നെ പൊടി ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ മാവൊക്കെ പറ്റി പിടിച്ചിരുന്നിട്ട് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ വീണ്ടും വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അരക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമ്മൾ ഓൺ ആക്കുമ്പോൾ പുറത്തോട്ട് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് അരച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് അരയാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ആ ഒരു സമയത്ത് പിന്നെ ഇതിലേക്ക് വീണ്ടും 1/2 കപ്പ് അളവിൽ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ സാധാരണ ദോശയൊക്കെ ചുടാനായിട്ട് എടുക്കുന്ന അതേ മാവിൻ്റെ കറക്റ്റ് പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആകെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം 1/2 കപ്പ് മെഷർമെന്റ് കപ്പിന്റെ അളവിൽ 4 കപ്പ് വെള്ളമാണ്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ നന്നായി പരത്തി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനും കുറച്ച് ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഓയിലോ എന്തെങ്കിലും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്പാച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തുറന്നു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഞാനിവിടെ അടച്ചു വെച്ചതിന് ശേഷം ഒരു 4-5 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡിയായി കിട്ടും. എത്ര കഴിച്ചാലും മടുക്കാത്ത ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണിത്. ഇനിയിപ്പോൾ ഈ ഒരു പാനിൽ കുറച്ച് എണ്ണമയം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പരക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിന് നമ്മൾ അടുത്ത മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കാം. എന്നതിന് ശേഷം മാത്രം ഈ അടുത്ത കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാ മാവും ചുട്ടെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ദോശ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.